ചില ക്യാമ്പസുകളിൽ ഒറ്റപ്പെട്ട ചില അപസ്വരങ്ങൾ, അത് KSUവും MSFും തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന ചില അപസ്വരങ്ങളെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇരു നേതൃത്വങ്ങളും നോക്കിക്കാണുന്നത്. അത് നൂറുകണക്കിന് ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഒറ്റപ്പെട്ട കോളേജുകളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പൊതുവൽക്കരിക്കേണ്ടതില്ല, സാമാന്യവൽക്കരിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടായി ഇന്നലെ ഇരു സംഘടനകളും ഞങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോളേജുമായി ബന്ധപ്പെട്ടും മറ്റ് ഒന്ന് രണ്ട് ചെറിയ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഇരു സംഘടനകളും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവിടുത്തെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നടത്തിയിട്ടുണ്ട്. KSUവും MSFും തമ്മിൽ പോരടിക്കുന്നതല്ല നമ്മുടെ മുഖ്യമായ അജണ്ട. കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ജനങ്ങളെ വെറുതിയിലാക്കിയ ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. എല്ലാ മേഖലകളും തകർച്ചയിലാണ്. ഈ ദുരന്ത സർക്കാരിനെ താഴെ ഇറക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പൊതു അജണ്ട എന്ന് പറയുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളെല്ലാം പരിഹരിക്കാൻ KSUവിൻ്റെയും MSFിൻ്റെയും നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് തന്നെയാണ്. ഈ KSU യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ്? അല്ല, ഞാനതിൽ സൂചിപ്പിച്ചല്ലോ, ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഈ പരസ്പരം MSFും KSUവും തമ്മിൽ ചെറിയ തരത്തിലുള്ള തർക്കങ്ങളുണ്ട് എന്ന സാഹചര്യത്തിൽ തന്നെ കൃത്യമായ ഇടപെടലുകൾ അവിടുത്തെ ജില്ലാ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലാ നേതൃത്വത്തിന് നൽകിയ ഒരു താക്കീതിനെ ഒരു വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു ചെറിയ ഇടപെടലുകൾ ഉണ്ടായി. എന്നിരുന്നാലും ആ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇരു നേതൃത്വങ്ങളും ഞങ്ങൾ നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം അലോഷി സൂചിപ്പിച്ചവർ തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരുമിച്ചെന്ന് പോരാടുക എന്ന് പറയുമ്പോഴും ഒരു മുന്നണിക്കുള്ളിലുള്ള രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ, ആ വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം പോർവിളികൾ നടത്തുന്നു. മതേതരത്വം ജയിച്ചു, MSF തോറ്റു എന്ന് KSU പറയുന്നു. അതുപോലെ തന്നെ കോട്ട ഭദ്രം, കോൺഗ്രസ് MLA മാർ ജയിക്കുമെന്ന് കാണേണ്ട തരത്തിലുള്ള ബാനറുകളൊക്കെ MSFും ഉയർത്തുന്നുണ്ട്. അല്ല, ഞാനത് സൂചിപ്പിച്ചല്ലോ, KSUവും MSFും തമ്മിലുള്ള വിഷയങ്ങളെയാണ് ഇത്തരത്തിലൊരു പർവ്വതീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് സംഭവങ്ങൾ വന്നത്. അതിനെ വലിയ രീതിയിലേക്ക് മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും അല്ലെങ്കിൽ വലിയ രീതിയിലേക്കും ആഘോഷിക്കുന്നതും SFI ആണ്. ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അവരുടെ മുന്നണിയിലുള്ള ASFുമായിട്ടുള്ള സമീപനത്തെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതിൽ തരമില്ല. കാരണം വലിയ രീതിയിലേക്കുള്ള ഒരു അപ്രമാദിത്യ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോയി തങ്ങളുടെ മുന്നണിയിലുള്ള മറ്റ് സംഘടനകളെ തന്നെ കയ്യൂക്കുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന SFIയുടെ സംസ്കാരമല്ല KSUവിൻ്റേതും MSFിൻ്റേതും. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് ഞങ്ങൾ വളരെ ക്ലിയറാണ്. ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ എല്ലാം വലിയ രീതിയിലേക്ക് ഞങ്ങളതിനെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം.